വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗായ്സ്, ഇന്ന് ടേസ്റ്റി ആണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്തൊക്കെയാണെന്ന് നടക്കണമെന്ന് അറിയില്ല. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഡെയിലി എൻ്റെ ഫേസ് എന്താ പറയുക, ഒരു ഡെയിലി കെയർ, ഫേസ് കെയർ എന്താണെന്ന് കാണിച്ചു തരാം. സോ ഇതെന്താണെന്ന് വെച്ചാൽ കോഫിയും അതുപോലെ തന്നെ അലോവേര ജെൽ. ഒരു ടീസ്പൂൺ കോഫി എടുക്കുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ അലോവേര ജെൽ എടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫേസ് വാഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യണം. അതിനുശേഷം നമ്മളിത് മുഖത്ത് ഇട്ടിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും മോയ്സ്ചറൈസർ തരട്ടെ. ഇത്രയാണ് എൻ്റെ കാര്യങ്ങൾ. ഞാൻ ഡെയിലി ചെയ്യുന്നൊരു കാര്യം. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് കോഫിയും അലോവേര ജെല്ലുമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ എക്സ്പ്ലോയിറ്റ് ആവും നമ്മുടെ ഫേസ്, ബ്രൈറ്റൻ സ്കിൻ ആൻഡ് ഡാർക്ക് മാർക്സ്, ഡാർക്ക് സ്പോട്ട്, അതൊക്കെ കാര്യങ്ങളൊക്കെ പോവും. പിന്നെ നമ്മുടെ സ്കിൻ നല്ല യങ് ആൻഡ് കാര്യങ്ങളാവും. അപ്പോൾ ഇതാണ് ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത് തരാണ്. സോ ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ്, ലാക്മേയുടെ ബ്രൈറ്റനിങ് ഫേസ് വാഷ് ലെമൺ വിത്ത് വിറ്റാമിൻ സി സിറം. അപ്പോൾ ഇതാണ് ഫേസ് വാഷ്. അപ്പോൾ ഇതാദ്യം നമ്മൾ ഫേസ് വാഷ് വെച്ചിട്ട് നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്യും. അപ്പോൾ അത് കുറച്ചെടുക്കുക, ഫേസ് ഒന്ന് നനച്ചെടുക്കുക, എന്നിട്ട് വാഷ് ചെയ്യുക. ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. സോ ഗൈസ്, നമ്മൾ ഫേസ് വാഷ് വെച്ച് ഫേസൊക്കെ വാഷ് ചെയ്തു. ഇനി നമ്മുടെ സ്ക്രബ്, അതായത് ദിസ് ഇസ് കോഫി ആൻഡ് അലോവേര. നല്ലൊരു കോഫി ആൻഡ് അലോവേര ഈസ് ബെസ്റ്റ്. എനിക്ക് നല്ല റിസൾട്ടുള്ള ഒരു സംഭവമാണ് കോഫി ആൻഡ് അലോവേര. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അലോവേര ഈസ് ബെസ്റ്റാണ്. അതുപോലെ തന്നെ അരിപ്പൊടി, റൈസ് ഫ്ലോറും അലോവേര ജെല്ലും നല്ലതാണ്. നമുക്ക് അതും വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഞാൻ കോഫിയാണ്, എനിക്ക് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ളത് കോഫിയാണ്. സോ നല്ല മൂക്ക് നല്ല ബ്രൈറ്റ് ആവും, ഈവൻ സ്കിൻ ടോൺ, ആൻഡ് ഇറ്റ്സ് നല്ലൊരു എക്സ്പ്ലോയിറ്റ് സ്ക്രബാണ്. ആൻഡ് പോർസൊക്കെ നല്ല ടൈറ്റൻ ആവും. ഓക്കെ, യങ് സ്കിൻ വി ഗെറ്റ്. ഓക്കെ, ഇനി നമ്മൾ ഇതെടുക്കുക, ഫേസിൽ അപ്ലൈ ചെയ്യും. ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് നന്നായിട്ട് സ്ക്രബ്. നമ്മൾ ഈ ഡാർക്ക് സർക്കിൾസ്, ഈ അണ്ടർ ഐ അവിടുത്തെ ഡാർക്ക് കളറൊക്കെ ഒന്ന് മാറിക്കിട്ടും ഈ ഒരു സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. ഇത് സ്ക്രബ് ചെയ്തിട്ട് കുറച്ച് നേരം നിങ്ങൾക്ക് ഫേസിൽ വെക്കാം. ഒരു 5 മിനിറ്റ്സ് വെച്ചാലും വാഷ് ചെയ്യാം. ഓക്കെ, സോ ഗൈസ്, ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഒന്ന് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം പിന്നെ കോഫി എടുക്കുമ്പോൾ നല്ല തരിയുള്ള, അതായത് ഭയങ്കര ഫൈനായിട്ട് പൗഡർ ആയിട്ടുള്ളത് എടുക്കരുത്, കുറച്ച് തരിയുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ സ്ക്രബിന് നല്ല അടിപൊളിയാണ്. നമ്മൾ അരിപ്പൊടിയൊക്കെ എടുക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു തരിയുള്ള ടൈപ്പ് കോഫി എടുക്കാനായിട്ട് നോക്കുക. നോർമൽ നമ്മൾ കടയിൽ വാങ്ങിക്കുന്ന കോഫീസ് നല്ല ബ്രാൻഡിൻ്റെ നല്ലത് ക്വാളിറ്റി ഉള്ളത് വാങ്ങിക്കുക. മറ്റേ ചില ഇൻസ്റ്റൻറ്റ് കോഫി എന്ന് പറയുമ്പോൾ ചിലത് ഭയങ്കര ഫൈൻ പൗഡർ ആയിരിക്കും, അങ്ങനത്തെ വാങ്ങിക്കരുത്. കുറച്ച് തരിയുള്ളത്, ഇപ്പോൾ നെസ്കഫയൊക്കെ കുഴപ്പമില്ല, അതൊക്കെ തരിയുള്ള ടൈപ്പാണ്. അപ്പോൾ അങ്ങനത്തെ വാങ്ങിക്കാൻ നോക്കാം, അന്നേരമാണ് നമുക്ക് സ്ക്രബിന് നല്ലതാണ്. ഓക്കെ,
നമ്മുടെ മുഖം സ്ക്രബ് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വാഷ് ചെയ്യാം. വേണമെങ്കിൽ എനിക്ക് കുറച്ച് നേരം ഇതൊന്നും ഫേസിൽ വയ്ക്കാം. കുറച്ച് നേരം വെച്ചതിന് ശേഷം വാഷ് ചെയ്യാം. ഞാൻ എന്തായാലും വാഷ് ചെയ്യാൻ പോവാണ്. ഓക്കെ. കണ്ടോ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റനായി. ഇത് ഞാൻ ഡെയിലി ചെയ്യുന്നുണ്ട്. ഡെയിലി ഈ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഫേസിലെ വ്യത്യാസം ശരിക്കും നമുക്ക് മനസ്സിലാകാൻ പറ്റും. നമ്മൾ ടാനൊക്കെ അടിച്ചിട്ടുള്ള ഫേസ് ആണെങ്കിൽ ഈ സംഭവം ഡെയിലി ചെയ്താൽ മതി. ഓക്കെ. നല്ലൊരു വ്യത്യാസം നമുക്ക് ഫേസിൽ കാണാൻ പറ്റും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഐസ് ക്യൂബ്. ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് ഫേസിൽ നന്നായിട്ടൊന്ന് പിന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കും. ഓക്കെ. അപ്പോൾ ഞാനൊരു ഐസ് ക്യൂബ് എടുത്തിട്ട് സോ ഗൈസ് അതാ നമ്മളൊരു ഐസ് ക്യൂബ് എടുത്തിട്ട് നമ്മൾ ഫേസിൽ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കും. ഈ ഐസ് ക്യൂബ് തീരുന്ന വരെ ഞാൻ ചെയ്യാറുണ്ട്. അതൊക്കെ പക്ഷെ അപ്പോൾ ഞാൻ കയ്യിലോ അങ്ങനെ ഐസ് ക്യൂബ് ഇട്ടിട്ടാക്കാം. ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ചെയ്ത് കൊടുക്കും. ഇത് ബാക്കി ഞാൻ കുറച്ച് കയ്യിലുണ്ട് ഈ ഒരു ഭാഗത്തിന്. ഓക്കെ. ഇല്ല നമ്മുടെ സ്കിൻ നല്ല രസമാണ്. പോഴ്സൊക്കെ നന്നായിട്ട് ടൈറ്റും ചെയ്യും. ഓക്കെ. ഇത് കണ്ടല്ലേ സെലിബ്രിറ്റീസൊക്കെ കുറേ ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ട് കുറേ ഐസ് ഇട്ടിട്ടുള്ളത് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ പകരം പോലെ ചെയ്താൽ മതി. ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് ഫേസ് നന്നായിട്ടൊന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഐസ്. സോ ഇതാണ് എൻ്റെ ഡെയിലി ഞാൻ ചെയ്യുന്ന എൻ്റെ ഫേസിലെ കാര്യം. വേറെ പ്രത്യേകിച്ച് ആദ്യം കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്യാം. ഇനി മോയ്സ്ചറൈസർ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ കുറേ നാളായി. മമഅർത്തിൻ്റെ റൈസ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇത് കുറച്ചെടുക്കും. ലേശം ഈ ലാഷ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ എൻ്റെ സ്കിൻ കെയർ. അതുപോലെ രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഫേസ് നന്നായിട്ട് ഫേസ് വാഷ് വെച്ച് വാഷ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സിറം ഒക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അലോവേര ജെല്ല് മാത്രം മതി. അത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യും. ഇപ്പോൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു അലോവേര ജെല്ല് യൂസ് ചെയ്താലും മതി. സോ ഗൈസ് ഇതാണ് എൻ്റെ സ്കിൻ. യു വിൽ ഗെറ്റ് കൊറിയൻ ഗ്ലാസ് സ്കിൻ ഗൈസ്. ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഓക്കെ. ഇത്രയേ ഉള്ളൂ. അപ്പം എന്തായാലും നിങ്ങളും ചെയ്ത് നോക്കാം കേട്ടോ. യു വിൽ ഗെറ്റ് നൈസ് റിസൾട്ട്. ഞാൻ ഗ്യാരണ്ടിയാണ്. കോഫി അലോവേര അല്ലെങ്കിൽ റൈസ് ഫ്ലോർ അലോവേര യൂസ് ചെയ്യാം. 2 ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണ്ട. ഓക്കെ. ട്രൈ ചെയ്തതിന് ഫീഡ്ബാക്ക്സ് പറഞ്ഞു കേട്ടോ. സോ ഗായ്സ് ഇവിടെ അനുവിനെ പഠിപ്പിക്കാൻ ഇരുത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, മലയാളം എക്സാമാണ്. മൺഡേ തൊട്ട് അവർക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ടേം എക്സാം. മിക്ക സ്കൂളിലെയും ഓണത്തിന് മുന്നേ ആയിരുന്നു. ഇവർക്കിപ്പോൾ ഓണം കഴിഞ്ഞിട്ടാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അജുനും അങ്ങനെ തന്നെയായിരുന്നു. അവർക്ക് ഓണം കഴിഞ്ഞിട്ട് തന്നെ അവർക്ക് എക്സാം ആയിരുന്നു. ഇവർക്കിപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് എക്സാമാണ്. ഫസ്റ്റ് മലയാളമാണ്. ഭയങ്കര എളുപ്പമുള്ള പരീക്ഷയാണേ. അതുകൊണ്ട് അതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. നീ കാണിക്കാൻ എന്തെന്ന് പറയണ്ട.
അപ്പോൾ 7 ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, നമ്മളിവിടെ രാത്രി ഡിന്നർ പാസ്തയാണ്. പാസ്ത നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അതിൻ്റെ മസാല, അതായത് സവോള, തക്കാളി ആൻഡ് ഗാർലിക് ഓയിലിൽ ഇങ്ങനെ വഴറ്റി, പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒറിഗാനോ. ഇനി നമ്മളിതിലേക്ക് ചീസ് ചേർക്കും. അത് നമ്മൾ പാസ്ത ചേർത്ത് മിക്സ് ആക്കിയതിന് ശേഷം ലാസ്റ്റ് ചീസ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. അങ്ങനെയാണ് ഇന്നത്തെ രാത്രി. അപ്പോൾ പാസ്തയാണ് നമ്മുടെ എന്താ പറയുക ഫുഡ്. ഓക്കെ, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാസ്തയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ രാവിലെ നമ്മൾ എന്താ പറയുക മറ്റേ സ്കിൻ കെയർ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് തന്നെ കുറച്ച് ലോങ് ഉണ്ട്, അത് കാരണം വേറെ കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ലാസ്റ്റ് ഞാൻ പാസ്ത കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കാണിച്ചു തരത്തിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതാണ്. അപ്പോൾ നമുക്ക് ഇനി നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.